വേണ്ടി ചെയ്ത അദമ്യമായ കടപ്പാടിന്റെ ഉത്തരവാദിത്വ ബോധത്തിന്റെ ഒരിക്കലും മാഞ്ഞുപോവാത്ത നിദർശനങ്ങളാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ജീവിതം പഠിച്ചപ്പോഴാണ് പറഞ്ഞത്, വല്ലാഹി മാ നിംതു ഫഹലിംതു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, എനിക്ക് ജീവിതത്തിൽ ഉറക്കത്തിൽ സ്വപ്നസ്ഖലനമുണ്ടായില്ല. വലാ സഹൗതു ഫഗഫൽതു, എന്റെ ജീവിതത്തിൽ മറന്നു പോവുകയോ അശ്രദ്ധ സംഭവിക്കുകയോ ഉണ്ടായിട്ടില്ല. വഇന്നനി അല ത്വരീഖി മാ സിഗ്തു, ഞാൻ പോകുന്ന വഴികളിൽ ഒരിക്കലും എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ലെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നേരായ വഴിയിലൂടെയുള്ള നേർമാർഗത്തിൽ ചരിക്കുന്ന മഹാനവറുകളുടെ ജീവിതത്തിന്റെ ഒരു ആകത്തുക. മറവി സംഭവിച്ചില്ല, പിഴവുകൾ സംഭവിച്ചില്ല, വഴിമാറി പോവേണ്ടി വന്നിട്ടില്ല, അശ്രദ്ധമായ ഉറക്കങ്ങൾ ഉണ്ടായില്ല. ഖാദിസിയ യുദ്ധം നടക്കുമ്പോ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, സഅദ് എന്നവരെ, ഖാദിസിയ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിലേക്ക് വരാൻ പെണ്ണുങ്ങൾക്ക് പറ്റില്ലല്ലോ, പെണ്ണുങ്ങൾക്ക് യുദ്ധം നിർബന്ധമല്ലല്ലോ, പെണ്ണുങ്ങൾക്കത് വരാൻ പറ്റാത്ത സന്ദർഭമല്ലേ, അതുകൊണ്ട് സഅദേ, ഖാദിസിയയിൽ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിലേക്ക് കൊടുക്കാൻ ഒരു വാളോ അല്ലെങ്കിൽ ഒരു കുതിരയോ ഒരു വാഹനമോ ഒന്നും എന്റെ കയ്യിൽ തരാനില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് തരാൻ കഴിയും. ഒരു പൊതി കൊടുത്തു, കടലാസിൽ പൊതിഞ്ഞ ഒരു പൊതി. ഇത് നിങ്ങൾ എടുക്കണം സഅദേ, ഇജ്അൽഹാ ലിജാമൻ ലിഫറസിൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ പടയോട്ടം നടത്തുന്ന ഒരു കുതിരയുടെ മൂക്ക് കയറാക്കാനെങ്കിലും ഇത് ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് കൊടുത്തു. നോക്കുമ്പോ ആ പൊതി തുറന്നു നോക്കുമ്പോ നീണ്ട തലമുടിയാണ്. ഒരു ഉമ്മയാണ് കൊടുത്തയച്ചിരിക്കുന്നത്. സമൃദ്ധമായ നീണ്ട മുടിയുള്ള ആ ഉമ്മ തന്റെ നീണ്ട മുടിയല്ലാതെ മറ്റൊന്നും ശറഇന് ദീനിന് കൊടുക്കാൻ കഴിയാതെ വരുമ്പോ ഞാനും എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ദീർഘമായ മനോഹരമായ കാർക്കൂന്തലുള്ള സഹോദരി ദീർഘമായ മുടി കൊടുത്തു പറഞ്ഞു, സഅദേ, ഈ മുടിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടേതെന്ന് നിർബന്ധമില്ല. ഖാദിസിയയിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു കുതിരയുടെ മൂക്കുകയറായി എന്റെ തലമുടി നിങ്ങൾ ഉപയോഗിക്കണേ. ഇത് മൂക്കുകയറായി ഉപയോഗിക്കാൻ ഞാൻ നേർച്ചയാക്കിയതാണ്. എന്നിട്ടെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചൊല്ലുമ്പോ എന്താണ് നീ എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് അള്ളാഹു ചോദിക്കുമ്പോ സഅദേ, എനിക്ക് പറയാമല്ലോ, അള്ളാഹുവേ, എന്റെ നീണ്ട തലമുടി, ആ തലമുടിയെങ്കിലും നിന്റെ ദീനിന്റെ സ്ഥാപനത്തിന്, നിന്റെ ദീനിന് വേണ്ടി പടപൊരുതാൻ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് പറയാൻ കഴിയണം സഅദേ. അതുകൊണ്ട് നിങ്ങളത് സ്വീകരിച്ചാലും. ഉമ്മമാരെ, ടിവിക്ക് മുമ്പിലും സ്ക്രീനുകൾക്ക് മുമ്പിലും സീരിയലുകൾക്ക് മുമ്പിലും മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ത് കൊടുത്തു പെണ്ണേ എന്ന് ചോദിക്കുമ്പോ എന്റെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് എന്ത് പറയാനുണ്ട്? എന്തേ കൊടുത്തത്? സമൃദ്ധമായ തലമുടിയാണ് പുതിയായി കൊണ്ടുവന്ന സഅദേ, ഇത് എന്റെ വക ഖാദിസിയയിലേക്ക്. ഇറാനിൽ നടന്ന യുദ്ധമാണ് ഖാദിസിയ യുദ്ധം. വകാന സഅദുൻ യുദീറുൽ മഅറകത അലാ ബത്നിഹി, കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച മഹാനാണ് സഅദ് റളിയല്ലാഹു അൻഹു. ശരീരമാസകലം മുറിവുണ്ടായിരിക്കെ ആ യുദ്ധത്തിന് പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ, വളരെ ചെറിയ പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേട്ട് വന്നിട്ട് പറഞ്ഞു, സഅദേ, ഞാനും നിങ്ങളുടെ കൂടെ സൈന്യത്തിലുണ്ട്, ഞാനും നിങ്ങളോടൊപ്പം യുദ്ധത്തിന് വരുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ഇത് കുട്ടികൾക്ക് അവസരം നൽകാൻ പറ്റുന്ന സമയമല്ല, ഇത് യുദ്ധമാണ് മോനെ, യുദ്ധമാണ്, ചോര ചിന്തുന്ന പണിയാണ് മോനെ, മോനിതിന് വരേണ്ടതില്ല, മോന് പൊയ്ക്കോളൂ, ചെറുപ്പമല്ലേ, ചെറുപ്രായമല്ലേ, മോന് പൊയ്ക്കോളൂ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോഴാണ് വമാലക അൻത യാ സഅദു, സഅദേ, നിങ്ങൾക്കെന്ത് നഷ്ടമാണ് ഞാൻ യുദ്ധത്തിന് വന്നാൽ? അൽ അംറു ബൈനി വബൈനല്ലാഹ്, ഞാനും അല്ലാഹും തമ്മിലല്ലേ പ്രശ്നം കിടക്കുന്നത്. ഇന്നല്ലാഹ ഇശ്തറാ വഅന ബിഅത്, അല്ലാഹു ജനങ്ങളിൽ നിന്ന് ശരീരം വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, ഞാൻ അല്ലാഹുവിന് വിറ്റിരിക്കുകയാണ് എന്റെ ശരീരം.
ഞാൻ അള്ളാഹു കൊടുത്തു, അള്ളാഹുവല്ലേ വാങ്ങിച്ചത്, എന്റെ പ്രായക്കുറവാണെന്ന് പറഞ്ഞ് സഅദേ നിങ്ങൾ എന്നെ തിരിച്ചയക്കരുത് എന്ന് യുദ്ധത്തിന്റെ നായകൻ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന മുസ്തജാബു ദഅവയായ സ്വഹാബിയോട് ഒരു ചെറുപ്പക്കാരൻ വന്ന് താണുകേണ് പറയുകയാണ്, ഞാൻ പോരട്ടെ, എന്നെ കൂടെ കൂട്ടുമോ? കഞ്ചാവിലും മയക്കുമരുന്നിലും ലഹരിയിലും പെട്ട് നടക്കുന്ന യുവാക്കളെന്ന് ഓർത്തു നോക്കേണമേ. യൗവനത്തിന്റെ പ്രസരിപ്പിൽ എത്രയാണ് നമ്മൾ അള്ളാഹുവിന് കൊടുത്തത്? സഅദേ വമാ ലക യാ സഅദ് വമാ ലക യാ സഅദു അൽ അംറു ബൈനി വബൈന അല്ലാഹ്. സഅദേ, ഇത് ഞാനും എന്റെ അള്ളാഹും തമ്മിലുള്ള വിഷയമല്ലേ, നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിന് ആ ചെറുപ്പക്കാരനെ കൂടെ കൂട്ടേണ്ടി വന്നു. യുദ്ധം നടക്കാൻ പോകുന്ന രാത്രി, നാളെ പകലിലാണ് യുദ്ധം നടക്കുന്നത്. ആ രാത്രി ഈ യുവാവായ ചെറുപ്പക്കാരൻ ഒരു സ്വപ്നം കാണുന്നു. എന്നിട്ട് പറഞ്ഞു, യാ സഅദു സഅദേ ലഖദ് റഅയ്തു റുയാ അജീബ. ഞാനൊരു അത്ഭുതമുള്ള സ്വപ്നം കണ്ടു എന്ന്. വല്ലാത്തൊരു സ്വപ്നം. എന്താ കണ്ടത്? റഅയ്തു അന്നീ അസീറു ഫീ ഹദായിഖ് ലൈസത് മിൻ ഹദായിഖിദ് ദുനിയാ. സഅദേ, ഞാൻ മനോഹരമായൊരു തോട്ടത്തിലൂടെ, മനോഹരമായൊരു പാർക്കിലൂടെ പോകുന്നത് ഞാൻ കാണുന്നു. ആ തോട്ടമോ ആ മലർവാടിയോ ഈ ലോകത്ത് കാണപ്പെടുന്ന മലർവാടിയല്ല, ഈ ലോകത്ത് കാണപ്പെടുന്ന പൂന്തോപ്പുകളല്ല. റഅയ്തു അന്നീ അസീറു ഫീ ഹദായിഖ്, മനോഹരമായ മലർവാടികളിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നു. സഅദേ, വഅറാ അൻഹാറാ ലൈസത് കഅൻഹാരിദ് ദുനിയാ. മനോഹരമായ അരുവികളും പുഴകളും ഞാൻ അവിടെ കാണുന്നുണ്ട്. എന്നാൽ ഈ ലോകത്ത് കാണപ്പെടുന്ന പുഴ പോലെയല്ല, ഈ ലോകത്ത് കാണപ്പെടുന്ന അരുവികളെ പോലെയും അല്ല. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചെറുപ്പക്കാരൻ പറയുന്നു, വഅറാ നിസാഅ ലൈസത് കനിസാഇദ് ദുനിയാ. മനോഹരികളായ സൗന്ദര്യമുള്ള സുന്ദരിമാരെ ഞാൻ അവിടെ കാണുന്നു. അവർ ഈ ലോകത്ത് കാണപ്പെടുന്ന മനുഷ്യരിൽ കാണുന്ന സുന്ദരികളല്ല, അപ്സരസ്സുകളായ സ്വർഗീയ സുന്ദരിമാരെയും ഞാൻ കാണുന്നു. അരുവികളെ ഞാൻ കണ്ടു സഅദേ, മനോഹരമായ മലർവാടികളിലൂടെ ഞാൻ നടന്നു പോകുന്നതും കണ്ടു സഅദേ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സ്വപ്നവ്യാഖ്യാനം അറിയുന്ന, ഉള്ളറിയുന്ന, കൽബിലേക്ക് നോക്കാൻ കഴിയുമായിരുന്ന, ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു, അല്ലാഹുവിനെ വിളിച്ച് വല്ലതും ചോദിച്ചാൽ അല്ലാഹു ഉത്തരം കൊടുക്കുമായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറാ, ഞാൻ കാണുന്നത് മോനെ, അന്നഹ ഷഹാദ, ഇത് നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്ന രക്തസാക്ഷിത്വത്തിന്റെ അടയാളമാണ്. നാളെ നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ മോനെ നിങ്ങൾ വഫാത്താകുമെന്നും ഷഹീദാകുമെന്നുമുള്ള സൂചനയാണ് നിങ്ങളെ കണ്ട സ്വപ്നം. ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം നാളെ നിങ്ങൾ ഈ ലോകത്തോട് യാത്ര പറയുമെന്നാണ്. 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് മോനെ. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനിന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. സഅദ് എന്നവരെ നിങ്ങൾക്ക് എന്നെ കൂടെ കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞ് കൂടെ വന്ന ചെറുപ്പക്കാരൻ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹു അക്ബർ, അറാ ഇന്നഹ ഷഹാദ, മോനെ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾക്ക് രക്തസാക്ഷിത്വം അല്ലാഹു നൽകാൻ പോകുന്നു. ഇത് പറഞ്ഞപ്പോ എന്താണ് ആ കുട്ടി ചോദിക്കുന്നതെന്നറിഞ്ഞോ? ഫഹൽ തുരീദു മിന്നീ ശൈഅൻ യാ സഅദു, സഅദേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വല്ലതും ആവശ്യമുണ്ടോ? ഞാൻ നാളെ പോവാൻ, വല്ലതും വേണോ ചോദിക്കൂലേ? ഗൾഫിക്ക് വരികയാണ്, വല്ലതും സാധനം കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ഞാൻ പോവാണ് സഅദേ, ഫഹൽ തുരീദു മിന്നീ ശൈആ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് ആവശ്യമുണ്ടോ സഅദേ? നഅം, ഉണ്ട് മോനെ, എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്. ഇദൽ തഖൈത ബിറസൂലില്ലാഹ്, ഇദൽ തഖൈത ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ മോനെ
നിങ്ങൾ കണ്ടുമുട്ടുമ്പോ ഫഅബ്ലിഗ്ഹു മിന്നി സലാം, സഅദ് നബിയെ നിങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബിനോട് പറയണേ മോനെ. എന്റെ റസൂലിനെ ഇദൽതഖൈത ബിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ മോൻ നാളെ കണ്ടുമുട്ടുമ്പോ ഫഅബ്ലിഗ്ഹു മിന്നി സലാം, സഅദിന്റെ സലാം മോൻ പറയണേ. നബിയോട് പറയണം, നബിയെ സഅദ് നിങ്ങളോട് പറയുന്നുണ്ട്, ഇന്ന സഅദൻ യഖൂലു ലക് ജസാകല്ലാഹു അന്നാ ഖൈറൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ നബിയെ, ഞങ്ങൾക്ക് നിങ്ങൾ ചെയ്തു തന്ന സേവനങ്ങൾക്ക് പകരം, അങ്ങ് ഞങ്ങൾക്ക് കൊണ്ടുതന്ന ദീനിന് പകരം, അങ്ങ് ഞങ്ങൾക്ക് സഹിച്ചുപോയ ത്യാഗങ്ങൾക്ക് പകരം അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ, അല്ലാഹു നിങ്ങൾക്ക് നന്മ തരട്ടെ. ജസാകല്ലാഹു അന്നാ ഖൈറൻ യാ റസൂലല്ലാഹ് എന്ന് ഹബീബിനോട് സഅദ് പറഞ്ഞുവെന്ന് പറയണം മോനെ. ഫഖദ് വജദ്നാ മാ വഅദ്തനാ ഹഖ്ഖാ, നബിയേ എന്തൊക്കെ സംഗതികളാണോ അങ്ങ് ലോകത്ത് നടക്കും എന്ന് പറഞ്ഞത്, എന്തൊക്കെയാണോ അങ്ങ് ഞങ്ങളോട് യാഥാർത്ഥ്യമായി പുലരും എന്ന് പറഞ്ഞത്, എല്ലാം സത്യമായി പുലർന്നു നബിയേ, ഞങ്ങൾ കണ്ടു നബിയേ എന്ന് ഹബീബിനോട് മോൻ പറയണം. സഅദ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ ഏൽപ്പിക്കാൻ. മോൻ നാളെ പോവാൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോഴേ നബിയോട് പറയണം, സഅദ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നബിയെ എന്നെന്റെ സലാം എന്റെ ഹബീബിനോട് പറയണം. നബിയോട് പറയണം, നബിയെ ജസാകല്ലാഹു അന്നാ ഖൈറാ യാ റസൂലല്ലാഹ്, നബിയെ അല്ലാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ എന്ന് സഅദ് പറഞ്ഞെന്ന് പറയണം. അത് മാത്രമല്ല, ലഖദ് വജദ്നാ മാ വഅദ്തനാ ഹഖ്ഖാ, അങ്ങ് എന്തൊക്കെയാണോ ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തത് എല്ലാം ഞങ്ങൾ കേട്ടു, അറിഞ്ഞു, കണ്ടു എന്ന് പറയണം. ഇത് പറഞ്ഞപ്പം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞു, വഅൻത യാ സഅദു, സഅദേ അബ്ലിഗ് ഹാദിഹി റിസാലത ലിഉമ്മീ, എന്റെ ഉമ്മയോട് പോയി നിങ്ങൾ പറയണം സഅദേ, അന്നനി ഖദ് വജദ്തു മാ വഅദനില്ലാഹു ഹഖ്ഖാ, അല്ലാഹു എന്താണോ എന്നോട് കാര്യമായി അല്ലാഹു വാഗ്ദത്തം ചെയ്തത് അതും ഞാൻ കണ്ടുവെന്ന് പറയണം എന്റെ ഉമ്മയോട്. ഇന്നി അറാ മാ ബിഐനിൽ ജന്ന, എന്റെ കണ്ണുകൊണ്ട് ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട് എന്ന് എന്റെ ഉമ്മയോട് സഅദേ നിങ്ങൾ പോയി പറയണം എന്ന് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ ആരാണ് നിങ്ങളുടെ ഉമ്മ? ആ ഉമ്മയെ എനിക്കെങ്ങനെ അറിയാനാവും? ആരാണത്? സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ ഹിയ ഉമ്മുക്, ആരാണ് നിങ്ങളുടെ ഉമ്മ മോനെ? മോന്റെ മറുപടി വന്നു, സ്വാഹിബത്തുൽ ളഫീറ, ആരാണോ അങ്ങേക്കൊരു കെട്ടുമുടി കൊണ്ടു തന്നത്, ആരാണോ ആ കെട്ടുമുടി യുദ്ധത്തിലോടുന്ന കുതിരകളുടെ മൂക്ക് കയറായിട്ടെങ്കിലും ഉപയോഗിക്കണേ എന്ന് പറഞ്ഞ് ഏതൊരു ഉമ്മയാണോ അങ്ങയുടെ കയ്യിൽ ഒരു കെട്ടുമുടി തന്നത്, ആ ഉമ്മയാണ് എന്റെ ഉമ്മ. ആ ഉമ്മയോട് പോയി പറയണേ, നിങ്ങളുടെ പൊന്നുമോൻ രക്തസാക്ഷിത്വം കൊണ്ടുപോയിരിക്കുന്നു, നിങ്ങളുടെ മോൻ സ്വർഗം കണ്ടുകൊണ്ടാണ് ഈ ലോകത്തുനിന്ന് യാത്ര പോയത് എന്ന് എന്റെ ഉമ്മയോട് പറയണേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ നേരം, യുവാക്കളെ, ചെറുപ്പക്കാരെ, ജീവിതം തുലച്ചു തീർക്കുന്നവരെ, സമയം കൊന്നു തീർക്കുന്നവർ, സമയം പോകുന്നില്ലെന്ന് പരാതി പറയുന്നവർ, ജീവിതത്തിൽ ബോറടിക്കുന്നു എന്ന് പറയുന്നവർ, തിന്നാനും കുടിക്കാനും രുചിക്കാനും ആശ്വസിക്കാനും സ്വസ്ഥമായി കിടന്നുറങ്ങാനും എമ്പാടും അല്ലാഹു സൗകര്യം ചെയ്തു കൊടുത്തിട്ടും ഗെയിമുകൾ മാറി മാറി കളിക്കുമ്പോഴും ജീവിതം ബോറടിയാണെന്ന് പറയുന്ന 21-ാം നൂറ്റാണ്ടിന്റെ ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി, ദീനിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റി?
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.